السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين إذ قال له ربه أسلم قال أسلمت لرب العالمين. സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ നിർദ്ദേശിക്കപ്പെട്ടവരും കൽപ്പിക്കപ്പെട്ടവരുമാണ് ഞാനും നിങ്ങളും എന്നുണർത്തുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളും മുവഹ്ഹിദുകളുമായി ജീവിക്കുവാനും മരണപ്പെടുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ത്യാഗസന്നദ്ധ, അചഞ്ചല വിശ്വാസം, അർപ്പണ മനോഭാവം, നിശ്ചയദാർഢ്യത, കറകളഞ്ഞ ഭക്തി, ഐക്യം, സമത്വം, സാഹോദര്യം, സഹവർത്തിത്വം, മാനവികത തുടങ്ങിയ മഹിതമായ ഒരുപിടി സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഒരു ബലിപെരുന്നാൾ കൂടി നാം ആഘോഷിക്കുകയാണ്. അല്ലാഹുമ്മ ലക്കൽ ഹംദ്. സന്തോഷവും ആഹ്ലാദവും അലതല്ലുന്ന ഈ ധന്യ നിമിഷങ്ങളിൽ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ഹൃദയം നിറഞ്ഞ ഈദാശംസകൾ. ഈദ് മുബാറക്, ഈദുൻ സഈദ്, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും കുല്ല ആമിൻ വഅൻതും ബിഖൈർ. اللهم اجعل عيدنا عيد خير وسعادة في كل مكان يا رب العالمين. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. സഹോദരങ്ങളെ,
ഏതാണ്ട് 165 രാജ്യങ്ങളിൽ നിന്നായി 25 ലക്ഷത്തോളം ലോക മുസ്ലിമീങ്ങളുടെ പ്രതിനിധികൾ ലോകത്തിന്റെ ഒരു പരിച്ഛേദമായി ശുഭ്ര വസ്ത്രധാരികളായി അറഫയിൽ സമ്മേളിച്ചു. പരിശുദ്ധ കഅബയുടെ പരിസരത്ത് തവാഫും സഅയുമായി കഴിച്ചുകൂട്ടി. മിനയിൽ കല്ലെറിയുന്നു, ഇനിയും കല്ലേറ് തുടരുന്നു. ആ നിലയിൽ പരിശുദ്ധ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട് അവരോടുള്ള ഒരൈക്യദാർഢ്യം എന്നുള്ള നിലയിൽ ആ മഹാത്യാഗത്തിന്റെ ഓർമ്മയിലാണ് ഞാനും നിങ്ങളും ഈ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. പരിശുദ്ധ കഅബയുടെയും പരിസരങ്ങളിലും അവിടെ തടിച്ചുകൂടിയ ലക്ഷങ്ങൾ എല്ലാവിധത്തിലുള്ള അതിർവരമ്പുകളെയും അതിലംഘിച്ചുകൊണ്ട് ഒരേ വികാരം, ഒരേ ശബ്ദം, ഒരേ ചിന്ത, ഒരേ ലക്ഷ്യം ഇതായിരുന്നു അവർ. ഇത് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. അത് മാനവികതയുടെ സന്ദേശമാണ്. മനുഷ്യരെല്ലാവരും ഒന്നാണ്. മനുഷ്യൻ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ആ അള്ളാഹു ഏകനാണ്. മനുഷ്യന്റെ മാതാപിതാക്കൾ ഒന്നാണ്. എല്ലാവരും ആദമിൽ നിന്നാണ്. ആദം മണ്ണിൽ നിന്നാണ്. കറുത്തവന് വെളുത്തവനേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല തഖ്വയുടെ ധർമ്മനിഷ്ഠയുടെ അടിസ്ഥാനത്തിലല്ലാതെ എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നതായിരുന്നു ആ ഹജ്ജും അതുമായി ബന്ധപ്പെട്ട അറഫയിലെ സമ്മേളനവും എല്ലാം എന്ന് നാം തിരിച്ചറിയുക. സന്തോഷപൂർവം ആഹ്ലാദപൂർവം ഞാനും നിങ്ങളും നമ്മുടെ കുടുംബവുമൊക്കെ ഈ ഈദുൽ അദ്ഹ ബലിപെരുന്നാൾ വളരെ സന്തോഷത്തോടുകൂടി ആഘോഷിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിന് ഭാഗ്യം സിദ്ധിക്കാതെ കഴിച്ചുകൂട്ടുന്ന ഒട്ടേറെ നമ്മളെപ്പോലുള്ള മനുഷ്യ മക്കളുണ്ട് എന്നുള്ളത് ഞാനും നിങ്ങളും മറന്നു പോകരുത്. വിശിഷ്യ ഫലസ്തീനിൽ ഗസയിൽ കണ്ണീരിൽ കുതിർന്ന പെരുന്നാളാഘോഷമാണ് അവിടെ. നമ്മുടെ മക്കൾ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് സന്തോഷത്തോടുകൂടി നമ്മുടെ കൈകൾ പിടിച്ച് ഇങ്ങനെ പള്ളിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഈദ്ഗാഹുകളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ മക്കൾ തകർന്നടിഞ്ഞ മൺകൂനകൾക്കുള്ളിൽ ആരാണ് തങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം നൽകാൻ, ആരാണ് ഞങ്ങളുടെ കൈയൊന്ന് പിടിക്കാൻ, ആരാണ് ഞങ്ങളുടെ കൈകളിൽ പറ്റിയ മൈലാഞ്ചിക്ക് പകരം ചോര പുരണ്ട ഈ കൈകളെ ആരാണ് പിടിക്കാനുള്ളത് എന്നുള്ള ചിന്തയോടുകൂടി പട്ടിണി കിടന്നു. അവരും ഞാനും നിങ്ങളും ഒക്കെ പറയുന്നുണ്ട് അല്ലാഹു അക്ബർ. പക്ഷേ അവരുടെ അല്ലാഹു അക്ബറിന് തീഷ്ണത കൂടുതലാണ്, അതിന് ഗൗരവം ഏറെയാണ്. ഒരുപാട് പ്രതീക്ഷകളാണ് അവരുടെ ആ തക്ബീറിന്റെ പിന്നിലുള്ളത്. അല്ലാഹുവേ, അവർക്ക് നീ മോചനം നൽകണേ റബ്ബേ. ആ കുഞ്ഞുങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. ആ കഠോര ഹൃദയരായ ഇസ്രായേലിന്റെ നീക്കത്തിൽ നിന്ന് അവർക്ക് നീ മോചനം നൽകണേ റബ്ബേ. അതുപോലെ തന്നെ അവർക്ക് പിന്തുണയായി നിൽക്കുന്നവരുടെ നീക്കങ്ങളെയെല്ലാം നീ പരാജയപ്പെടുത്തുകയും അവർക്ക് എത്രയും പെട്ടെന്ന് മോചനം നൽകി വിജയം നൽകി അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആ മനുഷ്യർക്ക് വെടിനിർത്താനും യുദ്ധം നിർത്താനുമുള്ള മനസ്സ് നീ കനിഞ്ഞു നൽകണമേ നാഥ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാതെ, പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും ഈ പെരുന്നാളുണ്ടോ? ഉണ്ടോ? മനസ്സ് തട്ടിയൊന്ന് ചിന്തിച്ചു നോക്കുക. എത്ര നാളായി അവരനുഭവിക്കുന്നു. എത്ര കുഞ്ഞുങ്ങളാണ് കൊലയ്യപ്പെട്ടത്, എത്ര സ്ത്രീകളാണ് കൊലയ്യപ്പെട്ടത്, എത്ര പള്ളികളാണ് തകർക്കപ്പെട്ടത്, എത്ര വീടുകളാണ് നശിപ്പിക്കപ്പെട്ടത്. എന്തിന്? റബ്ബുൽ അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബ്, അല്ലാതെ അവരെന്ത് തെറ്റാ ചെയ്തത്? നാം ഒന്ന് ആലോചിച്ചു നോക്കുക. ഇങ്ങനെ സമാധാനത്തോടെ ശാന്തിയോടെ ഇവിടെ ഇരിക്കാനും പെരുന്നാൾ നമസ്കരിക്കാനും ഉദഹിയത്ത് നടത്താനും സന്തോഷത്തോടെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനും ഒക്കെ നമുക്ക് കഴിയുന്നുവെങ്കിൽ അൽഹംദുലില്ലാഹ് എന്ന് എത്ര പറഞ്ഞാൽ മതിയാകുമോ? പ്രിയമുള്ളവരെ, ആ മനസ്സുണ്ടാകട്ടെ നമ്മൾക്കൊക്കെ എന്നുണർത്തുകയാണ്. അതുപോലെ തന്നെ
നമ്മുടെ ഇടയിൽ തന്നെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന, ഇതുപോലെ പള്ളിയിൽ വന്നിരിക്കാൻ ആഗ്രഹിക്കുന്ന, ഇതുപോലെ പെരുന്നാൾ ആഘോഷിക്കാൻ സന്തോഷിക്കാൻ മനസ്സുള്ള എത്രയോ പേർ അതിന് കഴിയാതെ ശയ്യാവലംബികളായി ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലും ബെഡുകളിലും വീടുകളിലെ കട്ടിലുകളിലും എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയാതെ കഴിച്ചു കൂട്ടുന്ന നമ്മിൽപ്പെട്ട നമ്മളെ അറിയുന്ന എത്രയോ പേരുണ്ട് പ്രിയമുള്ളവരെ. അവർക്ക് ഓർക്കാതെ നമ്മളുടെ ഈ ആഘോഷം സമ്പൂർണമാകുമോ? അള്ളാഹുവേ, അങ്ങനെ പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ നീ അകറ്റി കൊടുക്കണമേ. അതുപോലെ തന്നെ സർജറിക്കൊക്കെ വിധേയരായി ശമനം കാത്തു കഴിയുന്നവരുണ്ട്. അള്ളാഹുവേ, അവർക്ക് നീ വേഗം ശിഫ നൽകണമേ റബ്ബേ. ഇതൊക്കെ ഈ വേളയിൽ എന്റെയും നിങ്ങളുടെയും മനസ്സിൽ തെളിഞ്ഞു വരേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നാം പെരുന്നാൾ ആഘോഷിക്കുന്നത് അല്ലാഹു അക്ബർ എന്ന തക്ബീർ ഉരുവിട്ടുകൊണ്ടാണ്. ചെറിയ പെരുന്നാളായിരുന്നാലും വലിയ പെരുന്നാളായിരുന്നാലും ചെറിയ പെരുന്നാളിന് പെരുന്നാൾ നമസ്കാരം കഴിയുന്നതോടുകൂടി ആ തക്ബീർ പിന്നെ ആവർത്തിക്കൂല. വലിയ പെരുന്നാളിന് അങ്ങനെയല്ല. കഴിഞ്ഞ ദിവസം സുബഹിക്ക് നാം തുടങ്ങി തക്ബീർ. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ അയ്യാമുത്ത ശരീഫിന്റെ അസറിന്റെ വരെ നാം ഈ തക്ബീർ മുഴക്കും. അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജിനെത്തിയിരിക്കുന്ന സഹോദരങ്ങൾ ഇന്നലെ ജംറത്തുൽ അഖബയിൽ എറിഞ്ഞതോടുകൂടി അവരുടെ തൽബിയത്ത് നിർത്തി ഇന്ന് തക്ബീറുകളിലാണ് അവരുണ്ടാവുക. അവർ മിനയിലേക്ക് ജംറകളിൽ എറിയാൻ വേണ്ടി പോകുമ്പോൾ ഈ തക്ബീർ മുഴക്കിക്കൊണ്ട് തന്നെയാണ് അവർ പോകുന്നത്. എന്താണ് പ്രിയമുള്ളവരെ ഇതിന്റെ അർത്ഥം? അതുപോലെ തന്നെ മറ്റ് നമസ്കാരങ്ങളെ അപേക്ഷിച്ച് പെരുന്നാൾ നമസ്കാരത്തിന് എന്തിനാണ് ഈ കുറച്ച് തക്ബീറുകൾ അധികം നൽകിയത്? നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഏത് നമസ്കാരത്തിനും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാണ് കൈകെട്ടുന്നത്, റുക്കൂയിലേക്ക് പോകുന്നത്, സുജൂദിലേക്ക് പോകുന്നത്, സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത്, ഇതൊക്കെ തക്ബീറോട് കൂടിയാണ്. പക്ഷേ പെരുന്നാൾ നമസ്കാരത്തിൽ 2 റക്അത്തുകളിലായി 12 തക്ബീറുകൾ അധികം നമ്മളെ കൊണ്ട് ചെല്ലിക്കുന്നത് അള്ളാഹു ആരാണ് എന്ന് നമ്മളെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. നമ്മൾ പ്രഖ്യാപിക്കുന്ന ഏറ്റവും വലിയ കാര്യവും അത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ, അള്ളാഹുവേ, നീയാണ് ഏറ്റവും വലിയവൻ, ഞാൻ എന്റേത്, എനിക്ക് എന്നൊക്കെയുള്ള എൻ്റെ ആ ധാർഷ്ട്യതയുടെയും അഹന്തയുടെയും അഹങ്കാരത്തിന്റെയും എല്ലാ സംജ്ഞകളും ഞാനിതാ കുടഞ്ഞെറിയുന്നു. പകരം അല്ലാഹുവേ, എനിക്ക് നീ മതി, വേറെ ആരും വേണ്ട. റബ്ബേ, നീ പറയുന്നത് ഞാൻ അനുസരിക്കും, നിന്റെ കൽപ്പനകൾ ഞാൻ ശിരസാ വഹിക്കും. നീ പറയുമ്പോൾ നീ പറയുന്ന വസ്ത്രം ഞാൻ ധരിക്കും, നീ പറയുന്ന ഭക്ഷണം ഞാൻ കഴിക്കും, നീ കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും. നീ കറങ്ങാൻ പറഞ്ഞാൽ, ചുറ്റാൻ പറഞ്ഞാൽ ഞാൻ ചുറ്റും. നീ കിടന്നുറങ്ങാൻ പറഞ്ഞാൽ ഞാൻ കിടന്നുറങ്ങും. നീ ഓടാൻ പറഞ്ഞാൽ ഞാൻ ഓടും. നീ എറിയാൻ പറഞ്ഞാൽ ഞാൻ എറിയും. എന്ന് വേണ്ട, എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആമൂലാഗ്രം ജീവിതത്തിന്റെ നിഖില മേഖലകളിലും നിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഞാൻ ജീവിക്കാൻ തയ്യാറാണ് റബ്ബേ. എനിക്ക് പ്രിയപ്പെട്ടതെന്തും ത്യജിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എനിക്കൊന്നേ വേണ്ടൂ, നിന്റെ തൃപ്തി. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ആ ഒരു മനോഭാവം വളർത്തിയെടുക്കുകയാണ് പ്രിയമുള്ളവരെ സത്യത്തിൽ ഈ അല്ലാഹു അക്ബർ എന്ന വാക്ക്. ഇവിടെ അഹന്തയുടെയും അഹങ്കാരത്തിന്റെയും പത്രാസിന്റെയും അതുപോലെ തന്നെ അധികാരത്തിന്റെയും ഒക്കെ അങ്ങ് മുകളിൽ കയറിയിരുന്നു കൊണ്ട് എനിക്ക് മീതെ ആരുമില്ല എന്ന് പറയുന്നവരൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും മീതെ ഒരുത്തനുണ്ട്, അവനെ ആരും മറന്നു പോകരുത്. ആ ഒരവസ്ഥ. അതുപോലെ തന്നെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ എന്ന് പ്രഖ്യാപിച്ച പ്രഖ്യാപനം അല്ലാഹു ഇബ്രാഹിം നബിയോട് പറഞ്ഞു, നീ സമർപ്പിക്ക്, നീ മുസ്ലിമാക്, ഞാനിതാ മുസ്ലിമായിരിക്കുന്നു എന്റെ റബ്ബിന് വേണ്ടി എന്ന് പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തെ മനസാ വാചാ കർമ്മണ നാം ഓർക്കുന്ന ഒരു സന്ദർഭമാണ് ഇത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാനും നിങ്ങളും ഓർക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഇൻഫർമേഷൻ ടെക്നോളജിയും വർക്ക് ഫ്രം ഹോമുമായി ദർശനവും സ്പർശനവും സന്ദേശവും എല്ലാം വെർച്വൽ റിയാലിറ്റിയിലേക്ക് ചുരുങ്ങിയ ഈ കാലത്ത്
ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഓരോരുത്തരും തൊട്ടറിയുന്ന, ഓരോരുത്തരും മനസ്സിലാക്കുന്ന മാനുഷിക വൈകാരികതയും പരസ്പരമുള്ള ബന്ധങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണ് ഹജ്ജ്. ആ ഹജ്ജിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് നാം നടത്തുന്ന ഈദുൽ അദ്ഹയും അങ്ങനെ തന്നെയാണ്. വൈകാരികമായ ഒരു അനുഭൂതി ഇതിലെല്ലാം ഉണ്ട്. പരസ്പരമുള്ള ബന്ധത്തിന്റെ ഒരു ശക്തിയുണ്ട് ഇതിലെല്ലാം. സഹനത്തിന്റെയും അതുപോലെ തന്നെ സമർപ്പണത്തിന്റെയും ഓർമ്മയുമാണ് ഇതിലുള്ളത് എന്ന് നാം തിരിച്ചറിയുക. പ്രിയമുള്ളവരെ, ആഘോഷങ്ങൾ, വിശിഷ്യ ബഹുസ്വര സമൂഹം ജീവിക്കുന്ന നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യത്തെ ഈ ആഘോഷങ്ങൾ ആരുടെ ആഘോഷങ്ങളായിരുന്നാലും ശരി, അത് പരസ്പരം അറിയാനും അറിയിക്കാനും ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും ആദരിക്കാനും ഉള്ളതാകണം. ഒരു കാരണവശാലും അത് വിദ്വേഷം വിളമ്പാനുള്ളതാകരുത്. അത് വെറുപ്പ് നട്ടുപിടിപ്പിക്കാനുള്ളതാകരുത്. മറിച്ച് സ്നേഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സഹിഷ്ണുതയുടെയും സാഹോദര്യത്തിന്റെയും മേഖലകൾ ഏതൊക്കെയുണ്ടോ ആ മേഖലകളിലേക്ക് എല്ലാവരും ഒരുമിക്കുക എന്നുള്ള വലിയ സന്ദേശമാണ് ഏത് ആഘോഷങ്ങൾക്കുമുള്ളത്. ഈദുൽ അദ്ഹയ്ക്കും അത് തന്നെയാണുള്ളത് എന്ന് നാം തിരിച്ചറിയുക. ദൗർഭാഗ്യവശാൽ ഇന്ന് നാം കാണുന്നത് ഇതിന് വിരുദ്ധമായ കാര്യമാണ്. ഒരു പ്രത്യേക വിഭാഗത്തെ, മുസ്ലിം സമൂഹത്തെ ഒരു ഇരയാക്കി നിർത്തിക്കൊണ്ട് വേട്ടയാടപ്പെടുന്ന അവസ്ഥ അതുണ്ടാവില്ല എന്ന് നാം വിചാരിച്ച നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് പോലും ഇപ്പോൾ മുഴങ്ങി കേൾക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. വെറുപ്പ് തന്നെ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. മുസ്ലിം സമൂഹം അനധികൃതമായി എന്തൊക്കെയോ നേടിയെടുക്കുന്നു എന്നുള്ള തെറ്റായ മെസ്സേജ് ഇടയ്ക്കിടെ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷം. അതുപോലെ തന്നെ വീട്ടിൽ ബീഫ് സൂക്ഷിച്ചു എന്നതിന്റെ പേരിൽ 11ഓളം വീടുകൾ തകർക്കപ്പെട്ട സംഭവം, അതുപോലെ 3 മഹാപണ്ഡിതന്മാർ വധിക്കപ്പെട്ട സംഭവം. ഇതൊക്കെ നാം ചേർത്ത് വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഇവിടെ ഒക്കെ എന്നോടും നിങ്ങളോടും നമ്മുടെ ബാധ്യത നിറവേറ്റണമെന്നാണ് നിർദ്ദേശിക്കാനുള്ളത്. ആ ബാധ്യത എന്താണ്? ഈ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വംശീയതയുടെയും വർഗീയതയുടെയും ഈ കാഴ്ചപ്പാടുകളെ മാനവികത കൊണ്ട് തടുത്തു നിർത്താൻ നമുക്ക് കഴിയണം. ഇസ്ലാം ഉദ്ഘോഷിക്കുന്ന മാനവികത അതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ നമുക്കാകണം. പ്രിയമുള്ളവരെ, ആ നിലയിൽ പരസ്പരം സഹവർത്തിത്വത്തിന്റെ മേഖലകൾ കൂടുതൽ വെട്ടിത്തെളിച്ചുകൊണ്ട് ചേർത്ത് പിടിക്കേണ്ടവരെയെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി നാം മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമുക്കറിയാം, ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഏത് ആരാധനാ കർമ്മങ്ങളിലും പ്രധാനമായും 2 വശമുണ്ട്. വിശിഷ്യ ഈദുൽ അദ്ഹയും ഈദുൽ ഫിത്റും എടുത്തു നോക്ക്, അത് 2 തലങ്ങളുണ്ട്. ഒന്ന് ആരാധനയുടെ തലമാണ്, അതാണ് നാം നിർവഹിച്ച നമസ്കാരം. ഇനി ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞതിന് ശേഷം നാം നടത്താൻ പോകുന്ന ഉളഹിയ്യത്ത്, ഇതൊക്കെ ആരാധനയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണെങ്കിൽ അതിന് സാമൂഹികമായ ഒരു തലമുണ്ട്. ആ സാമൂഹികമായ തലം എന്ന് പറയുന്നത് മനുഷ്യബന്ധങ്ങളുടെ ദൃഢീകരണമാണ് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സന്തോഷങ്ങൾ പങ്കുവെക്കാൻ, സൗഹൃദങ്ങളുടെ പരിപാലനം, സമാധാനമായ അന്തരീക്ഷത്തിന്റെ സൂക്ഷിപ്പ്, ജാഗ്രത, പരസ്പര സഹായം, സഹകരണം, സഹവർത്തിത്വം, സാമൂഹിക ജീവിതത്തെ സമ്പുഷ്ടമാക്കുന്ന ഇത്തരം നല്ല നല്ല കാര്യങ്ങൾ അരക്കിട്ടുറപ്പിക്കാനായിരിക്കണം ഈ സന്ദർഭം, ഈ സാമൂഹികമായ പശ്ചാത്തലത്തെ നാം ഉപയോഗപ്പെടുത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യവും അവൻ ഈ ലോകത്ത് ചൊരിഞ്ഞു കൊടുക്കുന്ന വിഭവങ്ങളും അത് നൽകുന്നതിൽ ഒരു വേർതിരിവും അവൻ കാണിക്കുന്നില്ല. നാം സ്മരിക്കുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും കുടുംബത്തെയുമാണ്. എങ്കിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ ഹൃദയസ്പൃക്കായ അനവധി പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അതിലൊരു പ്രാർത്ഥന അള്ളാഹു തിരുത്തി കൊടുക്കുന്നത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന.
അള്ളാഹുവേ, ഈ രാജ്യത്തെ നീ ഒരു സുരക്ഷിതത്വമുള്ള, നിർഭയത്വമുള്ള, ശാന്തിയുള്ള, സമാധാനമുള്ള ഒരു നാടാക്കണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു. ഈ നാട്ടുകാർക്ക് വിശിഷ്ടമായ കായികനികൾ നീ ഭക്ഷിപ്പിക്കുകയും ചെയ്യണമേ എന്ന് പറഞ്ഞതിന് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടൊരു വാക്ക് പറഞ്ഞു, മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നീ കായികനികൾ ആഹാരമായി നൽകുമ്പോൾ അവരിൽ നിന്ന് വിശ്വസിക്കുകയും അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിച്ചവർക്ക് കൊടുത്താൽ മതി എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞപ്പോൾ സർവാധിനാഥനായ റഹ്മാനും റഹീമുമായ അല്ലാഹു ഇബ്രാഹിം നബിയെ തിരുത്തി. എന്നിട്ട് പറഞ്ഞു, വമൻ കഫറ, ഇതൊന്നും വിശ്വസിക്കാത്തവർക്കും ആഹാരം നൽകും. ഈ ഭൗതിക ജീവിതത്തിലെ വിഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതിൽ, നൽകുന്നതിൽ എന്റെ കാരുണ്യം ഈ ഐഹിക ജീവിതത്തിൽ വർഷിപ്പിച്ചു കൊടുക്കുന്നതിൽ ഒരു വേർതിരിവുമില്ല. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും. പക്ഷേ അവിശ്വസിച്ചതിന്റെ തിക്തഫലം പിന്നീട് അവർ അനുഭവിക്കും. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച തത്വം. ഇത് സഹകരണത്തിന്റെ മേഖലയാണ്, സഹവർത്തിത്വത്തിന്റെ മേഖലയാണ്. ഇബ്രാഹിം നബി അല്ലാഹു തിരുത്തിയ തിരുത്ത് വലിയ മാതൃകയാണ്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി തന്റെ പടയം വെച്ചു. ആരുടെ അടുക്കൽ? ഒരു ജൂതനായ മനുഷ്യന്റെ അടുക്കൽ. ജൂതൻ അന്നും ഇസ്ലാമിനെതിരെ നിലനിർത്തിയ, ഇസ്ലാമിനെതിരെ അവർ കാട്ടിക്കൂട്ടിയ ഏറ്റവും വലിയ ദുരന്തങ്ങൾ വളരെ വലുതാണ്. അവരുണ്ടാക്കിയ ഫിത്നകൾ വളരെ വലുതാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. ആ ജൂതനോട് എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ വഫാത്ത് വേളയിൽ ആ പടയങ്കി ആ ജൂതന്റെ കയ്യിൽ പണയപ്പെടുത്തപ്പെട്ട നിലയിലായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. എന്റെ അബൂബക്കർ സിദ്ദീഖ് ഉണ്ടായില്ലേ? എന്റെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉണ്ടായില്ലേ? എന്റെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഉണ്ടായില്ലേ? ഇവർക്കൊക്കെ ഉള്ള സമ്പത്ത് അതിൽ നിന്ന് കൊടുക്കാൻ അവർ തയ്യാറാകാതിരുന്നിട്ടാണോ? അല്ല. സഹവർത്തിത്വത്തിന്റെ മേഖല, മനുഷ്യത്വത്തിന്റെ മാനവികതയുടെ മേഖല, ആദർശം ആരുടെ മുമ്പിലും അടിയറ വെക്കാതെ ആരുമായും സഹവർത്തിത്വത്തിൽ പോകാം എന്നുള്ള വ്യക്തമായ സന്ദേശം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നാം തിരിച്ചറിയുക, വിശുദ്ധ ഖുർആൻ നാം പരിശോധിച്ചു നോക്കിയാൽ ആ വിശുദ്ധ ഖുർആനിൽ ഏതാണ്ട് 19 സ്ഥലങ്ങളിൽ യാ അയ്യുഹന്നാസ് എന്ന പ്രയോഗം നമുക്ക് കാണാൻ കഴിയും. എന്താണ് അതിന്റെ അർത്ഥം? മനുഷ്യരെ എന്നാണ്. എന്ത് സുന്ദരമായ സംബോധന, എന്ത് ഹൃദയസ്പൃക്കായ സംബോധന! ഈ ജനങ്ങളിൽ എല്ലാവരും ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അല്ലാഹു പറഞ്ഞു, വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. വേർതിരിവില്ല. സഹവർത്തിത്വത്തിന്റെ മേഖല, സഹകരണത്തിന്റെ മേഖല, മാനവികതയുടെ മേഖല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഇത്തരം മോശമായ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വർഗീയതയുടെയും ഈ വേരുകളെ ഇല്ലാതാക്കാൻ ഇസ്ലാം ഉദ്ഘോഷിക്കുന്ന, ഖുർആൻ പഠിപ്പിക്കുന്ന മാനവികതയുടെ മന്ത്രവുമായി നമുക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം നാം ചെയ്യുക എന്നുള്ള വലിയ ഒരു ഉത്തരവാദിത്വം ഈ സന്ദർഭത്തിൽ എനിക്കും നിങ്ങൾക്കുമുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നാം ഒരിക്കലും ആരാധനാ നിമഗ്നരായി ഏതെങ്കിലും പള്ളികളുടെ 4 ചുവരുകൾക്കുള്ളിൽ കഴിച്ചുകൂട്ടി എന്റെ ആരാധന, എന്റെ പരലോകം ഞാൻ എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് പോകാതെ നമ്മൾ ജീവിക്കണം. മനുഷ്യരുടെ ഇടയിൽ ജീവിച്ചുകൊണ്ട് അവരുമായി പ്രതികരിക്കേണ്ടത് പ്രതികരിച്ചുകൊണ്ട് അതിനെ അതിജയിക്കേണ്ടത് അതിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെ. വിശുദ്ധ ഖുർആൻ മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുറൈശികൾ പറഞ്ഞുണ്ടാക്കിയ, പ്രവാചകന്റെ പ്രതിയോഗികൾ പറഞ്ഞുണ്ടാക്കിയ ഒരു കാര്യത്തെ എടുത്തുദ്ധരിക്കുന്നുണ്ട്. മാലിഹാദർ റസൂൽ, ഈ പ്രവാചകൻ എന്ത് പറ്റി? യൗകുലു തആം, ഇയാൾ ആഹാരം കഴിക്കുന്നുണ്ടല്ലോ. വയംശി ഫിൽ അസ്വാഖ്, ചന്തകളിലൂടെ ചുറ്റിക്കറങ്ങുന്നുണ്ടല്ലോ ഈ മനുഷ്യൻ, ഇയാളാണോ റസൂല് എന്ന് ചോദിച്ചത് പ്രിയമുള്ളവരെ ആക്ഷേപത്തിന്റെ സ്വരമാണ്. എങ്കിലും ഒരു പ്രവാചകൻ, ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി ജനങ്ങളുടെ ഇടയിൽ ജീവിക്കേണ്ടവനാണ് എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് പ്രവാചകൻ നൽകുന്നത്. അതേ പ്രവാചകൻ പഠിപ്പിച്ചു, അൽ മുഅ്മിനുൽ ലദീ യുഖാലിതു അന്നാസ വയസ്ബിറു അലാ അദാഹും ഖൈറുൻ മിനൽ ലദീ ലാ യുഖാലിതുഹും വലാ യസ്ബിറു അലാ അദാഹും. ഉത്കൃഷ്ട വിശ്വാസി ആരാണ്? ആ ഉത്കൃഷ്ട വിശ്വാസി ജനങ്ങളുടെ ഇടയിൽ ഇടകലർന്ന് ജീവിക്കുന്നവനാണ്. എന്നിട്ട് അവരിൽ നിന്നുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളെയും സഹിക്കുകയും
ക്ഷമിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പക്ഷെ ഇവിടെയെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന പോയിന്റ് ഉണ്ട്. നമ്മുടെ അഖീദ, നമ്മുടെ വിശ്വാസം, നമ്മുടെ ആദർശം അതാർക്കും വേണ്ടി പണയം വെക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞു കൊടുക്കാനോ ഉള്ളതല്ല. ആ ആദർശത്തിൽ അടിയുറച്ചെന്നുകൊണ്ട് ഏത് കാര്യത്തെയും അതിജയിക്കാൻ നമുക്ക് കഴിയും എന്നുള്ള ഏറ്റവും വലിയ സന്ദേശമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നൽകുന്നത്. നമുക്കറിയാം, ഈ നാട്ടിലെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നമ്രൂദിസമുണ്ട്, ഫിറഔനിസമുണ്ട്, ഖാറൂനിസമുണ്ട്, ഹാമാനിസമുണ്ട്. ഇത് എവിടെയും നമുക്ക് ദർശിക്കാൻ കഴിയുന്ന കാര്യമാണ് എങ്കിൽ ഈ ഇസങ്ങളെ ഒക്കെ അതിജയിക്കാൻ ഒരേ ഒരു മില്ലത്തുണ്ട്. ആ മില്ലത്താണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്ത്. ആ മില്ലത്ത് മാതൃകയായി അത് മുറുകെ പിടിച്ചുകൊണ്ട് എന്തിനേയും അതിജയിക്കാൻ തയ്യാറാകാം, എന്തിനേയും അതിജയിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ നമുക്ക് വേണ്ടത് ആ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബിയുടെ ആർജവം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അചഞ്ചലമായ വിശ്വാസം, തൗഹീദിന് വേണ്ടിയുള്ള സമർപ്പണം, അള്ളാഹുവിന് വേണ്ടിയുള്ള സമർപ്പണം, ഇതൊക്കെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഇബ്രാഹിം നബിയുടെ തഖ്വ, ഇബ്രാഹിം നബിയുടെ സബർ, ഇബ്രാഹിം നബിയുടെ തവക്കുല്, ഇതൊക്കെ നാം കൃത്യമായ ബോധ്യത്തോടുകൂടി നാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇതിനെയൊക്കെ നമുക്ക് അതിജയിക്കാൻ കഴിയും. അതുപോലെ തന്നെ എന്തും അള്ളാഹുവിന് ത്യജിക്കാനുള്ള ഒരു മനോഭാവം നമുക്ക് ആവശ്യമാണ്. ചിലപ്പോൾ നമുക്കറിയാം, പൂർവികന്മാർ അവരുടെ ധനം ത്യജിച്ചിട്ടുണ്ട്, അവരുടെ ജീവൻ കൊടുത്തിട്ടുണ്ട്, അവരുടെ സർവസ്വവും നൽകിയിട്ടുണ്ട്, ഒരു നേരത്തെ ഭക്ഷണം വേണ്ടെന്ന് വെച്ച് മറ്റുള്ളവരെ ഊട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള എത്രയോ ചരിത്ര സംഭവങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. അതൊക്കെ കരണീയമായ മാതൃകകളാണ്. ഈ മാതൃകകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏതിനെയും അതിജയിക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട് എന്ന സന്ദേശമാണ് പ്രിയമുള്ളവരെ, ത്യാഗത്തിന്റെ സന്ദേശമാണ് പ്രിയമുള്ളവരെ ഈദുൽ അദ്ഹയ്ക്ക് നമ്മളോട് നൽകാനുള്ളത്. ഈ ലോകത്തിന് നൽകാനുള്ള സന്ദേശവും അത് തന്നെയാണ്. ആ ത്യാഗത്തിന്റെ ഏറ്റവും വലിയ ഒരു ബഹിസ്ഫുരണമാണ് അല്പം കഴിഞ്ഞതിന് ശേഷം നാം നടത്താൻ പോകുന്ന നമ്മുടെ ഉദ്ഹിയ്യത്ത്. ആ ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ ചടങ്ങായി നമ്മൾ കാണരുത്. അവിടെയും അല്ലാഹു നോക്കുന്നത് നമ്മുടെ മനസ്സാണ്. ആ രൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചു തന്ന ആ മില്ലത്ത്, അതാണ് ഖുർആൻ ചോദിക്കുന്നത്. വിഡ്ഢിയായവനല്ലാതെ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് വെറുക്കുന്നവൻ ആരുണ്ട് എന്ന്. ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പോരാ, ഇബ്രാഹിം നബിയുടെ മില്ലത്ത് ശരിയല്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവൻ വിഡ്ഢിയാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഉമ്മത്തായി സമൂഹത്തിൽ ജീവിച്ച ആളാണ്, ഒറ്റയ്ക്ക് ഒരു സമുദായമായി ജീവിച്ച ആളാണ്. അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ, ശിർക്കിന്റെ ലാഞ്ചനയില്ലാതെ, തൗഹീദിന്റെ സരണിയിലൂടെ മാത്രം ജീവിച്ച് ആ രൂപത്തിൽ പോയിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, അവസാനമായ ഒരു വാചകം മറ്റൊന്നുമല്ല. ഓരോ ഈദുൽ അദ്ഹ നാം ആഘോഷിക്കുമ്പോഴും, ഓരോ ബലിപെരുന്നാൾ നാം ആഘോഷിക്കുമ്പോഴും, ആ ബലിപെരുന്നാളിൽ ഇബ്രാഹിം നബിയുടെയും ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന്റെയും ത്യാഗസ്മരണങ്ങൾ അയവിറക്കുമ്പോൾ നാം തീരുമാനിക്കേണ്ട ഒരു തീരുമാനമുണ്ട്. ഓരോ ബലിപെരുന്നാളും നമ്മളുടെ തൗഹീദിന്റെ മാറ്റ് വർദ്ധിപ്പിക്കുന്നതാകണം. കാരണം ഖുർആൻ പറഞ്ഞു, വമാ യുമിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, ബഹുഭൂരിഭാഗം ആളുകളും അള്ളാഹുവിൽ ശിർക്ക് ചെയ്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത് എന്ന് ഖുർആൻ പറഞ്ഞത് ബോധ്യപ്പെട്ടുകൊണ്ട്, ഉറപ്പിച്ചുകൊണ്ട്, തൗഹീദിന്റെ വാഹകരായി ഇബ്രാഹിം മില്ലത്തിന്റെ മാതൃക പുൽകിക്കൊണ്ട് എന്തിനേയും അതിജയിച്ച് മുന്നോട്ട് പോകാൻ ത്യാഗത്തിനും തവക്കുലിനും തഖ്വയ്ക്കും സബറിനും തയ്യാറാകാനുള്ള വലിയ സന്ദേശം നൽകുന്നു ഈദുൽ അദ്ഹ. അത് അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്കേവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇബ്രാഹിമി മില്ലത്തിലൂടെ ജീവിച്ച് ആ മില്ലത്ത് പിൻപറ്റി പരലോകത്ത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ഗണത്തിൽപ്പെടാൻ അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ സഹോദരികൾ, നമ്മുടെ ഉറ്റമിത്രങ്ങൾ, നമ്മുടെ കൂട്ടുകുടുംബാദികൾ, നമ്മുടെ ഗുരുനാഥന്മാർ തുടങ്ങി പലരും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. അവരെയും ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങളിൽ നിന്ന് രോഗം കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ നീ ശിഫ
രക്ഷയാക്കി കൊടുക്കണമേ. ലോകമെമ്പാടും പ്രയാസം അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മത്തിന്റെ പ്രയാസങ്ങളെ നീ അകറ്റി കൊടുക്കണമേ. എല്ലാവർക്കും ശാന്തിയും സമാധാനവും നിറഞ്ഞ ജീവിതം നൽകി നീ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ പേരക്കിടാങ്ങൾക്കും ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ മേഖലകളിലും നിന്റെ റഹ്മത്ത് നീ ചൊരിഞ്ഞു തരണമേ. നിന്റെ ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ ഏവരെയും നീ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ നാടിന് നിർഭയത്വവും സമാധാനവും നൽകി ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന അന്തരീക്ഷം എന്നും നീ നിലനിർത്തി തരണമേ. ലോകത്തെമ്പാടുമുള്ള ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാനെത്തിയ സഹോദരീ സഹോദരന്മാർക്ക് അവരുടെ ഹജ്ജിന്റെ ബാക്കിയുള്ള കർമ്മങ്ങളെല്ലാം പൂർത്തീകരിച്ച് പൂർണ്ണ ആരോഗ്യത്തോടും സിഹത്തോടും കൂടി യാതൊരു പ്രയാസവുമില്ലാതെ അവരവരുടെ നാടുകളിലേക്ക് തിരിച്ചെത്താനുള്ള സർവ്വ തൗഫീഖും അവർക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും നീ ഇസ്സത്തിനെ പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أصلح أمتك في كل مكان يا رب العالمين. اللهم أصلح أمور نسائنا يا رب العالمين. اللهم أصلح أمور شبابنا يا أرحم الراحمين. اللهم ارحمنا يا أرحم الراحمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم أعنا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم انصر الملهوفين في فلسطين يا رب العالمين. اللهم انصر المظلومين في فلسطين يا أرحم الراحمين. اللهم انصر نساءهم. اللهم انصر صبيانهم. اللهم انصر سكانهم يا أرحم الراحمين. اللهم دمر أعداءك وأعداء دينك وأعداء أمتك يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وأصلي وأسلم على رسولنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.